അപ്പോൾ ഇന്ന് പോകുന്നത് ഒരു ഗ്രൂപ്പ് റൈഡാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലേസ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കുറച്ച് പാലക്കാട് നിന്ന് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അങ്ങനെ അവർ നമ്മൾ കുനിശ്ശേരി എത്തി മീറ്റ് ചെയ്തു. ഈ പോകുന്ന വഴിയിൽ നമ്മൾ ഒരു പ്ലേസിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അതിൻ്റെ 2 സൈഡും നല്ല പാടശേഖരങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, അതുമാത്രമല്ല അവിടെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നല്ല വൈബായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ 1ാമത്തെ സ്പോട്ടായ ശിവ ടെമ്പിളിലേക്കാണ്. വളരെയധികം മനോഹരമായതും ഏകദേശം 1200ഓളം വർഷം പഴക്കമുള്ളതുമായിട്ടുള്ള ഒറ്റപ്പെട്ടൊരു കുഞ്ഞു ശിവക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെ ആഴ്ചയിൽ വിളക്ക് വയ്ക്കുന്ന ആൾക്കാർ പറഞ്ഞെങ്കിലും എനിക്കത് കണ്ടിട്ട് വലിയ വിശ്വാസമൊന്നും തോന്നുന്നില്ല. ബിക്കോസ് കുറേ കാലത്തോളം വിളക്ക് വെക്കാതെ ഒരു ഒരു പൂട്ടിക്കിടന്നൊരു അമ്പലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എല്ലാവരും മറക്കാതെ നോക്കണേ. അങ്ങനെ പതിവ് പോലെ ഒരു ഫോട്ടോ എടുത്ത് നേരെ പോയത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. ഇവിടെയാണ് ഗായത്രിപ്പുഴ ഉള്ളത്. പക്ഷേ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫുൾ വരണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയത് ഇന്നത്തെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ തൃപ്പാളൂർ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. സോ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ട് നെന്മാറയിലുള്ള ടീനി ഹോട്ടലിലേക്കാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 10 മണി ആയപ്പോഴായിരുന്നു നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മൾ പഴംപൊരിയിൽ നിന്ന് തുടങ്ങി, പിന്നെ പൊറോട്ടയായി, ബീഫ് റോസ്റ്റായി, മുട്ടക്കറിയായി. അങ്ങനെ പൊറോട്ടയും ബീഫ് റോസ്റ്റും മുട്ടക്കറി എല്ലാം കൂടെ ഞങ്ങൾ അങ്ങോട്ട് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ എനർജിയിലാണ് തോന്നുന്നു. ഇവർക്കാർക്കും വീട്ടിൽ പോകാൻ താല്പര്യമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഫോണിലും ഗോപ്രോയിലും ചാർജ് പകുതിയുള്ളൂ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ടിനെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്നത് കോട്ടമലയ്ക്കാണ്. പക്ഷേ ഇപ്പോൾ പോകുന്ന സ്ഥലം കൊടുവായൂരിലെ അഗ്രഹാരങ്ങളുടെ ഉള്ളിലൂടെയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ഒരു പ്ലേസ് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ ലിജോ ബായാണ് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടെന്ന്. ഉടനെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ പോയി വഴി തെറ്റി ഗൈസ്. ഇവിടെ എത്തിയപ്പോഴായിരുന്നു ആൾക്കാർ എന്തായാലും നിങ്ങൾ വഴിതെറ്റിയതല്ലേ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നേരെ പോയി ഒരു കാഴ്ച കാണാൻ പറഞ്ഞപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരേ സ്വരത്തിൽ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മാക്സിമം ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പതിവ് പോലെ ഞങ്ങളുടെ ഒരു സെൽഫി എടുത്ത് നേരെ പോയത് കോട്ടമലയ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വെതറും കൂടെ ഒരു കാരണം കേട്ടോ ഞങ്ങൾ ഇത്രയും റൈഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോട്ടമലയുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ എന്തായാലും മറക്കാതെ നോക്കണം. അങ്ങനെ ഞങ്ങൾ മലയെല്ലാം കയറി ബാക്കിലൂടെ പോയപ്പോൾ കുറച്ച് പാറയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചു പോയി. ഇന്നത്തെ ഒരു റൈഡ് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത റൈഡാണ്. അതുപോലെ തന്നെ വളരെ എൻജോയബിൾ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.